പെരുന്നാളിന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെച്ചാണ്. ഇളനീരിൻ്റെ പൾപ്പ് മാറ്റി വെച്ചാണ്. പിന്നെ ചൈന ഗ്രാസ് 10 ഗ്രാം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. പെട്ടെന്ന് മെൽറ്റാകാൻ വേണമെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മെൽറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് മുന്നേ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ആ ടൈമിൽ അതൊരു ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത്. പിന്നെ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഇളനീരിൻ്റെ പൾപ്പ് പിന്നെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ചൈന ഗ്രാസ് ഞാൻ ഒരു 10 ഗ്രാം കൂടി വേറൊരു പാത്രത്തിൽ മെൽറ്റാക്കാൻ വെച്ചിരുന്നു കേട്ടോ. ഇത് നമ്മൾ മറ്റേതിൻ്റെ രണ്ട് പാത്രത്തിൽ 10 ഗ്രാം വെച്ചിട്ടാണ് 20 ഗ്രാമാണ് കേട്ടോ മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. ഇളനീരിൻ്റെ ഈ ഒരു ബ്രൗൺ ഭാഗമൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് 2 പാത്രത്തിലേക്ക് ആക്കി വെച്ചിന്. കുറച്ച് ഡെക്കറേഷനും കുറച്ച് ചെറുതാക്കിയിട്ട് ക്രഷ് ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നമുക്ക് ഇളനീരിൻ്റെ പൾപ്പ് ബാക്കിയുള്ളതും ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ സെപ്പറേറ്റ് ചെറുത് പീസായിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ 2 കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഡെക്കറേഷനുള്ളതും ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്തേ. നമ്മൾ മധുരത്തിന് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിന്. 1/2 മുതൽ 3/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കുക. പിന്നെ മിൽക്ക് മെയ്ഡ് നമ്മൾ ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. പഞ്ചസാര കൂടുതൽ ചേർക്കുകയാണെങ്കിൽ മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്താൽ മതിയേ. അപ്പോൾ കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ പഞ്ചസാര നമ്മൾ 1/4 കപ്പ് ചേർത്താലും മതി. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് ഇപ്പോൾ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ മെൽറ്റാക്കിയത് ഒഴിച്ചാൽ മതി. ചൈന ഗ്രാസിൻ്റെയും പാലിൻ്റെയും ചൂട് ഒരേപോലെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും കേട്ടോ. ഞാൻ അരിച്ചൊന്നും എടുക്കണില്ല. അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇളനീരിൻ്റെ ക്രഷ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇതിലേക്ക് ഏലക്കാപ്പൊടി ഞാൻ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പഞ്ചസാരയും പിന്നെ ഏലക്കായും കൂടി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് മിക്സാക്കി കൊടുത്തത്. അപ്പോൾ ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല, പക്ഷെ അതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചെടുക്കണതിന് മുന്നേ ഈ ട്രേയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഒന്ന് കഴുകിയിട്ടൊന്ന് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന്ന് സെപ്പറേറ്റ് കോരി എടുക്കാൻ കുറച്ചുകൂടി എളുപ്പം കിട്ടും കേട്ടോ. ഇനി നമ്മൾ അടുത്ത വേറൊരു പാനിലേക്ക് ഇത് ഇളനീരിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം അടുത്ത ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുക. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് 250 ml കപ്പിൽ 1.5 കപ്പ് ഇളനീരിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിനെ. അപ്പോൾ നമ്മൾ അളന്ന് നോക്കുക എത്ര ഉണ്ടെന്ന്. പിന്നെ ഇളനീരിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഈ ചൈന ഗ്രാസും കുതിരാൻ വേണ്ടിയിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ 1 കപ്പ് പിന്നെ ഇളനീരിൻ്റെ വെള്ളത്തിൽ അത് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചതിന് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളനീര് നമ്മൾ നല്ല മധുരമുള്ള ഇളനീരിൻ്റെ വെള്ളമാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളെപ്പോഴും പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ മധുരം, എന്നാലാണ് തണുത്ത് വരുമ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവുള്ളേ. അതിനനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ മധുരം ചേർത്തിട്ട് വേണം പുഡിങ് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഇതിലേക്കും ഞാൻ 1 ടീസ്പൂണ് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചത് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് കരടൊന്നും കൊടുക്കാതെ ഇരിക്കാതെക്കാൻ ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏലക്കാൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതിങ്ങനെ ചേർക്കണം എന്നില്ല. ഞാനും ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യൽ, ആ രീതിയിലാണ് കാണിക്കണത്. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇത് ചേർക്കണമെന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചൈന ഗ്രാസും ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള നീളത്തിലുള്ള ഈ ഒരു ചൈന ഗ്രാസ് അഗറിൻ്റെ പാക്ക് കുറച്ച് മെൽറ്റാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നമ്മൾ നോർമൽ വാങ്ങണ കട്ട് ചെയ്തെടുക്കുന്ന ചൈന ഗ്രാസ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുമേ. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നല്ല ഹാർഡായിട്ട് നിൽക്കൽ ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ 1/2 കപ്പ് പോലെ 1 കപ്പ് കൂടി വെള്ളം അധികം ചേർത്താലും പ്രശ്നമില്ല, നന്നായിട്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല, ഇളനീരിൻ്റെ വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഇതുപോലെ സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. 1/2 ലിറ്ററിന് വെള്ളത്തിനാണ് ശരിക്കും 1 കപ്പ് ചൈന ഗ്രാസ് വരിക. അല്ല 1 കപ്പല്ല 10 ഗ്രാം ചൈന ഗ്രാസ് വേണ്ടത് കേട്ടോ. ഏത് പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെയാണ്. പിന്നെ ഒരു 750 ml വരെയൊക്കെ പറ്റും എസൻസൊക്കെ ചേർക്കണേക്ക്. ഇങ്ങനെ ക്രഷൊക്കെ ചേർക്കണേക്ക് നമുക്ക് 1/2 ലിറ്ററിന് എന്താ പറയുക പിന്നെ 10 ഗ്രാം ചൈന ഗ്രാസ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയർ ഒന്ന് സെറ്റ് ആയതിൻ്റെ ശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് വേണം പതുക്കെ അതുപോലെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അല്ലാതെ ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. ഒരു മീഡിയം ചൂടിലായിട്ട് പതുക്കെ ഒരു കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് തന്നെയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ തന്നെ വെക്കുമ്പോഴൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ സെറ്റാവും. 1/2 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റാവും കേട്ടോ. ഇനി പെട്ടെന്ന് നമുക്ക് സെറ്റാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. എന്നിട്ട് പുറത്തൊക്കെ എടുക്കുമ്പോഴേക്ക് തന്നെ നന്നായി സെറ്റായി കിട്ടും.
ഞാൻ ആദ്യത്തെ ലെയർ പുറത്ത് തന്നെ വെച്ചപ്പോൾ തന്നെ മറ്റേത് മെൽറ്റ് ചെയ്ത് എടുക്കുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായിരുന്നു കേട്ടോ. നമുക്ക് വിരുന്നാരൊക്കെ വരുമ്പോഴും പിന്നെ നമ്മുടെ അടുത്ത് ഇളനീരൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയുള്ള ഒരു പുഡിങ്ങാണ്. പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയുള്ള അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫ്രീസറിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിയാവും. അപ്പോൾ നമ്മൾ താഴെ തന്നെ വെച്ചാൽ മതി കേട്ടോ. ആ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ 2 ലെയറായി കിട്ടും. അപ്പോൾ അത് അങ്ങനെ താഴെ പോയിട്ടോ. അപ്പോൾ അടുത്ത സ്പൂൺ നമുക്കൊന്ന് കോരി നോക്കാൻ കണ്ടില്ല, അത് 2 ലെയറായിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ ഓഷ്യാനിക് പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിന് കേട്ടോ. അപ്പോൾ ആ റെസിപ്പി ഇഷ്ടമുള്ള ആൾക്കാർ പിന്നെ ഗ്ലാസ് പുഡിങ് പോലെ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ കാണിക്കണമുണ്ട് കുറച്ച് ഭാഗം. അപ്പോൾ ആ വീഡിയോ ഇതുവരെ കാണാത്തവർ അതേ രീതിയിലും വേണമെങ്കിൽ പെരുന്നാക്കോ അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലോ കൊടുക്കുക, ആവശ്യമുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. ഇത് കണ്ടില്ല, ഒരു ഫോർക്ക് വെച്ച് കോരിയത് കൊണ്ടാണ് ഇങ്ങനെ. സ്പൂൺ വെച്ച് കോരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണ പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഓഷ്യാനിക് പുഡിങ്ങിൻ്റെ ഇതേപോലുള്ള റെസിപ്പി ഇതിന് മുന്നേ അപ്ലോഡ് ആക്കിയതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതിൽ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയർ സെറ്റായതിൻ്റെ ശേഷം ഗ്ലാസ് പുഡിങ് 2 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. ആദ്യത്തെ ഒന്ന് സെറ്റായിട്ട് പിന്നെ അടുത്തത് ലെയറും കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് ടൈം എടുത്ത് ഉണ്ടാക്കണം എന്നുള്ളൂ. പക്ഷെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി കാണാൻ നല്ല ഒരു ഭംഗിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതിന് ഞാൻ മീനൊക്കെ പോലെയുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തത് ഇളനീർ വെച്ചിട്ട് തന്നെയാണ്. സ്റ്റാറും കുറച്ച് മേഘത്തിൻ്റെ പോലെയൊക്കെ അതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലൗഡ്സിൻ്റെ പോലെയൊക്കെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഒരു കാക്കൻ്റെ പോലെ പറന്ന് പോണ പോലെ ഒന്ന് വരച്ചെടുത്തതാണ്. ഇത് ഞാൻ എഡിബിൾ കളർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. കേക്കിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയ കളർ വെച്ച് ചെയ്തതാണ്. ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതാണ് കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഒരാകാശത്തിൽ ഇങ്ങനെ കാക്കകളൊക്കെ പറന്ന് പോണ രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഇതിൻ്റെ മുന്നേ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള പുഡിങ്ങാണ്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ അടിഭാഗം അതുപോലെ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അതിൽ കുറച്ച് ഗ്രീൻ കളറോ അല്ലെങ്കിൽ പിസ്തൻ്റെ കളറോ ചേർത്തിട്ട് അങ്ങനെ 2 ലെയറാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ കളർ ഉണ്ടായിരുന്നത്. ഇത് സെറ്റ് ചെയ്ത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പെരുന്നാക്കും പാർട്ടിക്കൊക്കെ അതുപോലെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റിലുള്ള പുഡിങ്ങാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.